ചില ആൾക്കാർ ചിന്തിക്കുന്ന കേട്ടോ, ഇത് ഇവന്മാരെന്നെ കാണിക്കുന്നത്, ഇത് അവന്മാര് ഇപ്പത്തെ കുറച്ച് ഇത് ഫാമിലി ബ്ലോഗേഴ്സ് എന്നാ ഇത് പിന്നെ വെറുതെ കുക്ക് ചെയ്യുന്നു, പിന്നെ അതേപോലെ തന്നെ 2 മറ്റേ തുണി മേടിക്കുന്ന കാണിച്ചു 1 മില്യൺ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് 50,000 ഉള്ളൂ. ഇത് സംശയമുണ്ടോ ചോദിക്കുക? നാളെ വീഡിയോ കണ്ടിട്ട് വേണേ വിളിക്കും. എന്നാ നീ അങ്ങനെ പറഞ്ഞ നമുക്ക് വേണേ വീഡിയോ മാറ്റി ചെയ്യാൻ പറ്റുക. ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. കുറെ നാളെ ഇത് പറയണെന്ന് വെച്ചാൽ പൊട്ടനായിക്കോട്ടെ, കേട്ടവർക്ക് സന്തോഷം, മൊത്തത്തിലൊരു മനസ്സുഖം, ഇതൊക്കെ മനസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫീലിംഗ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ യൂട്യൂബ് ഇപ്പൊ കാണുന്ന ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണ് നമ്മൾ കവല ഇരുന്ന് ചർച്ച ചെയ്യോ അല്ലേ, അതിന്റെ ഒരു മോഡേൺ രീതി, ഓൺലൈൻ വകുപ്പ് അല്ലേ. അതെ, അതായത് ഒരു ഓൺലൈൻ വകുപ്പാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവല പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു 10 പേരുണ്ടാവും. 10 പേർക്കും 10 അഭിപ്രായമായിരുന്നു. പക്ഷെ നമ്മുടെ ഇതിന്ന് 10 പേരില്ല, ഞാനും എബിനും ഉള്ളത്. അപ്പൊ നമ്മുടെ അഭിപ്രായം അല്ലേ. അതെ, അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഒരു 20 വർഷം പുറകിലൊക്കെ ഈ എന്താ പറയുക, KSCയുടെ പോസ്റ്റൊക്കെ ഒടിഞ്ഞു വീണ പോസ്റ്റ് എടുത്ത് കല്ലിൻ്റെ മേളിൽ വെച്ചിട്ട് 10 പേര് കൂടുന്ന നാടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിൻ്റെ ഒരു ഓൺലൈൻ പതിപ്പായ ബ്രോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വേറെ കാര്യമുണ്ട്, എബിന് ഏറ്റുപോയിട്ടുണ്ട്, എബിന്റെ കുറ്റം ഇതിനകത്ത് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് പണ്ടെന്ന് വെച്ചാൽ 10 പേര് 9 പേരാകുമ്പോൾ അവന്റെ ആദ്യം കുറ്റം പറയും, പിന്നെ ആദ്യം വരുന്നത് അവസാനം വരുന്നതിന്റെ മാത്രമാണ് കുറ്റം കുറവുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സമ്പ്രദായം ഒപ്പിക്കുന്നത്. 150 രൂപയുടെ മൈക്ക്, അതിന്റെ അകത്ത് നമ്മൾ സോളിലാൻഡ് കുത്തി കയറ്റി, സിമ്പിളാണ് പരിപാടിയൊക്കെ എളുപ്പമാണ്. കുറെ ലൈറ്റും കുറെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം തുടങ്ങുന്നതിന് മുന്നേ, പണ്ട് കാലങ്ങളിൽ പത്രം ഒരു പേനയും പേപ്പറും ഉണ്ടായിരുന്ന ഒരുത്തരെ നശിപ്പിക്കായിരുന്നു. പക്ഷേ അത് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് അത് ടിവിയിലോട്ട് അന്തിച്ചർച്ചയായി. അന്തിച്ചർച്ച എടുത്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത 4-5 പേർ കൂടിയിട്ട് ഒരുത്തരെ അങ്ങ് വിധിച്ച് നശിപ്പിക്കും, ഒട്ടിക്കും. അത് മാറിയിട്ട് ഇപ്പം ഓൺലൈനിലോട്ട് മാറി. 2 വോയിസ് റെക്കോർഡും 2 ഇതും ഉണ്ടെങ്കിൽ അവൻ രാജ, മറ്റവൻ രൂജ. ഗൈസ്, അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ യാത്രകൾ തന്നെയാണ്, ഞങ്ങള് പറയുന്നില്ല കേട്ടോ. അതെ, അതായത് യാത്രയുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ബേക്കിലെ സംഭവങ്ങളുമാണ് നമ്മൾ എഫേർട്ട് ആൻഡ് എന്താ പറയുക സാക്രിഫൈസിങ്. അതായത് വീഡിയോ കാണിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എല്ലാ സമയത്തും ക്യാമറ ഓണാക്കി പിടിക്കാനുള്ള സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ നമുക്ക്. ചിലപ്പോൾ ക്യാമറ തൂക്കി പിടിച്ച് അതേ തൂക്കി പിടിച്ച് കൊണ്ടുപോകും. അതെ, അപ്പം ഈ യാത്രയിൽ നമുക്ക് കുറച്ചധികം പിഴവുകൾ സംഭവിച്ചു. അതിലൊന്നാമത്തെ പിഴവെന്ന് പറയുന്നത് നമ്മുടെ 2 വർഷത്തെ പാസ്പോർട്ടാണ്. ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ കയ്യിലെ പാസ്പോർട്ട് മാറ്റി. ഇനിയും ഒരു 8 താളുണ്ടായിരുന്നു. ആ 8 താളിൽ പോകുമായിരുന്നാൽ ഇത്ര വിഷയങ്ങൾ വരില്ലായിരുന്നു. ഈ യാത്ര ഇന്ന് ഇവിടെ വന്ന് നിൽക്കേണ്ടതല്ല, ഇന്ന് നമ്മൾ റഷ്യയിലോ അല്ലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിൽക്കേണ്ടതാണ്. അതാണ് ഒരു യാഥാർത്ഥ്യം. ചിന്തിക്കുന്നതിൻ്റെ ചില ഐഡിയ പൂർവ്വം ചെയ്യേണ്ട ഒരു ചെറിയ പാളിച്ച പറ്റിയതാണ്. അതെ, കമൻറ്റുകളെ കുറിച്ചാണ് ആദ്യത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കമൻറ്റ്, അതായത് നമ്മുടെ വീഡിയോയുടെ ഈ കമൻറ്റ് വരുമല്ലോ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കമൻറ്റും ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടുതലുള്ളവർ വായിച്ച് നമ്മളോട് പറഞ്ഞു തന്നു മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ബ്രോഡ്കാസ്റ്റിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് വീഡിയോയുടെ ലെങ്ത് കൂട്ടൂ എന്ന് പറയുന്നത്. 2 ഫാക്റ്റാണ്. ഒന്ന് ഇന്റർനെറ്റിന്റെ ദൗർബല്യം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലെ മറ്റൊരു രാജ്യത്ത് ഇത്ര വലിയ സ്പീഡും കാര്യങ്ങളും ഒന്നുമില്ല. അതെ, പിന്നെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ടൗണിലോട്ട് ചെല്ലുമ്പോൾ മാത്രം സ്പീഡ് കിട്ടത്തുള്ളൂ. ഇന്റർനെറ്റ് കിട്ടും, സ്പീഡ് നമുക്ക് ഫോണിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഹോട്ടൽ റൂമും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നില്ല. അപ്പം നമുക്ക് മാക്സിമം കിട്ടുന്ന 5 MB സ്പീഡാണ് നെറ്റ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ. അത് 1 MB ഒക്കെ ആയിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന നേരത്തെ തന്നെ എഡിറ്റർമാരെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്താണ് പോയത്. നമുക്ക് ഒരു മാസത്തെ പൈസ അഡ്വാൻസ്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡ്രൈവിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ, അതായത് S1H ആദ്യത്തെ ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 40 GB ഉണ്ടായിരുന്നു. അത് അയച്ചു കൊടുക്കലൊക്കെ പിന്നെ എന്താ പറയുക പോസിബിൾ അല്ല. അതെ, ഞങ്ങൾ ഓർത്ത് ഇന്റർനെറ്റിന്റെ കുഴപ്പമാണ് ഇതന്നെ കേറാത്ത. 2 ദിവസമൊക്കെ ഒരു മറ്റേ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതെ, അതാ സത്യം. 2 ദിവസമൊക്കെ വീഡിയോ എടുക്കാതെ ഞങ്ങൾ ഈ ക്ലിപ്പുകൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഡ്രൈവിൽ കുഴപ്പമാണ്. ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുചിന്തമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങൾക്കാണ് അബദ്ധം പറ്റിയത്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഫോണിലെടുത്ത് അയച്ചു കൊടുത്ത് നോക്കി, ഇതൊന്നും പോസിബിൾ ആയില്ല. പിന്നെ അടുത്ത എഡിറ്ററിനെ സമീപിച്ചു, പുള്ളിക്കും കൊടുത്തു നോക്കി. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് പറ്റുന്ന രീതിയിൽ അതും ആകുന്നില്ല. പിന്നെ ഫുൾ തെറി കൈസ്. അതിന് ശേഷം ഞങ്ങൾ എഡിറ്റിംഗ് തുടങ്ങി. അങ്ങനെ എഡിറ്റ് ചെയ്തെല്ലാം ലെവലായി, ആ കാര്യം ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വാൻ ലൈഫ് ചെയ്യുന്ന എന്താ പറയുക, അതായത് ഞങ്ങളെപ്പോലെ തന്നെ വാൻ ലൈഫ് ചെയ്യുന്ന കുറേ പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം ഞങ്ങളെപ്പോലെ തന്നെയാണ്. അതായത് ഡെയിലി ഒന്നും വാഹനം വൃത്തിയാക്കലോ അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടുന്നതാണ്. അതായത്
ഒരു നൈറ്റ് സർവീസ് വണ്ടി ഓടുന്നേ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരു 1000, 1500, 2000, 2500 ഒരു നൈറ്റ് സർവീസ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്കപ്പ് പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇത് നമുക്കൊരു ഉറപ്പില്ല എങ്ങോട്ടാണ് എത്രത്തോളം. നൈറ്റ് സർവീസ് വണ്ടി ഓടുന്ന വെച്ചാൽ ഒരു രാജ്യത്ത് തന്നെയാണ്, അല്ലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു സംസ്ഥാനത്തോട്ട് നമ്മൾ ഓടുന്ന വെച്ചാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ടാണ്. എത്ര പെട്ടെന്ന് ലോ മാറുന്നത്, അതായത് ലോ മാറുന്നു, ഇന്റർനെറ്റ് മാറുന്നു, നെറ്റ് കണക്ഷൻ മാറുന്നു, സംസ്കാരം മാറുന്നു, ആൾക്കാർ മാറുന്നു, നിയമങ്ങൾ മാറുന്നു, എല്ലാ രീതിയിലും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ വാഹനം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ കടമയാണ്. ഞങ്ങൾ 3 പേരുണ്ടായിട്ട് സ്ഥാപിച്ചത്. പിന്നെ 2 പേര് യാത്ര ചെയ്ത പോലെയല്ല, മൂന്നാമതൊരാളുണ്ടായിരുന്നു. അതായത് മൂന്നാമതൊരാളുണ്ടായപ്പം അതിൽ കൂടുതൽ വാഹനത്തിൽ പ്രക്രിയകൾ എന്താ പറയാ, ഇടപെടലുകൾ കൂടുതൽ നടക്കും. അതായത് വീണ്ടും 2 പേരാകുമ്പോൾ ചീത്തയാന്ന് ഇതുണ്ട്, 3 പേരാകുമ്പോൾ വീണ്ടും ചീത്തയാവും. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ദുരിതം നിറഞ്ഞ യാത്രയായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിൻ്റെ കൈ ആക്സിഡൻറ്റിന് ശേഷം അത്ര എന്താ പറയുക, നമ്മൾ വണ്ടി തള്ളാനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റൂല. അപ്പം അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ലഡാക്കിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പം കിട്ടുന്ന രീതിയിലുള്ള തണുപ്പല്ല നമുക്ക് ഈ കസാക്കിസ്ഥാനിലും റഷ്യയിലൊക്കെ കിട്ടാൻ. -40 വരെ വരാം, കുത്തുന്ന തണുപ്പാണ്. ഈ നമ്മൾ മാക്സിമം പോയിട്ട് -4 വരെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. അതെ, ഇത് -20 ഒക്കെ രാത്രി വരുന്ന കിടകിടാ വിറയ്ക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രാവിലെ ഏറ്റിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചിട്ട് 11 മണി വരെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, അമ്മാതിരി തണുപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമില്ല. സ്നോഫോൾ ആണ് റോഡ് മൊത്തം. ആ സ്നോഫോളിൻ്റെ അകത്തൂടെ നമ്മുടെ വാഹനം ഓടിക്കാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വിന്റർ ടയർ മാറില്ല, അത് മാറണം. ഞങ്ങൾ വിചാരിച്ച സാധനം ഞങ്ങൾ എവിടെ ചെന്ന് അന്വേഷണം കിട്ടിയില്ല, അത് ഈ പ്രാവശ്യം എന്തായാലും മാറണം. പിന്നെ ഉള്ള ടയറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുകയെന്ന് വെച്ചാൽ പോലീസുകാരെ വായിച്ചെന്ന് കിടക്കുകയെന്നാണ് അതിൻ്റെ സാരം. ചിലപ്പം ഇതിൻ്റെ ഒറ്റ നടുക്കായിരിക്കും പോലീസ് നിന്നിട്ട് ഇനിയും പോകാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന് വണ്ടി ഇവിടെ ഇട്ടോളാൻ പറയാം. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ലക്ഷ്യം സാധീകരിക്കാതെ. അതായത് നമ്മൾ ചൈനയിലെ കണ്ടിട്ടില്ല, അതേപോലെയാണ് സോവിയറ്റ് രാജ്യങ്ങളിലെല്ലാം. അതായത് ഒരു ഇന്ന ഡിസ്റ്റൻസ് കഴിഞ്ഞ് ഒരു ജില്ല കഴിഞ്ഞിട്ട് മറ്റേ ജില്ലയിലോട്ട് കയറാൻ നേരത്തെ അവർ വലിയൊരു പോസ്റ്റാണ്. നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അവിടുന്ന് ഇവർക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി മൊത്തം ഇറക്കി ചെക്കിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് 1,20,000 രൂപയാണ് വണ്ടി ഓടാൻ വേണ്ടി ഒരു രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ചിലവ് വരുന്നത്. അത് 15 ദിവസത്തേക്ക് 2 ലക്ഷവും 2,20,000 രൂപ വന്ന ദിവസങ്ങളുണ്ട്. ഇത് വിസയുടെ ചിലവ് വരും. പിന്നെ അതുകൂടാതെ വണ്ടി ഓഫാക്കാൻ പറ്റില്ല, കാരണം മൈനസിലാണ് വണ്ടി ഓടുന്നത്. നമ്മുടെ വണ്ടി ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച വണ്ടിയാണ്. നമ്മുടെ വണ്ടി തന്നെ ലഡാക്കിൽ കൊണ്ടുപോകാൻ തന്നെ വെള്ളപ്പുകയും പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ വർക്കിംഗ് ഒന്നും കറക്റ്റ് നടക്കില്ല. അപ്പോൾ ഈ വണ്ടി ഓഫാക്കി ഓണാക്കുക എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓൾറെഡി അവിടുത്തെ ഡീസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഫ്രീസ് ഡീസലാണ്. അപ്പോൾ ആ ഡീസലൊക്കെ കിട്ടായികയല്ല. 2 ബാറ്ററി 12 വാൾട്ടിൻ്റെ കൊടുത്തിട്ടാണ് ഈ സാധനം ജമ്പിക്കുന്നത്. ഒരു കാരണവശാൽ ഈ സാധനം അടിച്ചിട്ട് കിട്ടില്ല, പിന്നെ തള്ളൽ മാത്രമേ ഉള്ളൂ. തള്ളുക എന്ന് പറയുന്നത് മഞ്ഞിൽ തള്ളുക എന്ന് പറയുന്നതും പിന്നെ നമ്മൾ കൈവിട്ട് കൊക്കയിലേക്ക് ചാടുക എന്ന് പറയുന്നതും ഒരേപോലെയാണ്. മഞ്ഞിൽ തള്ളുക, യെസ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞത്, നമ്മൾ കസാക്കിസ്ഥാൻ അവിടെ എല്ലാം പല എണ്ണയ്ക്ക് പല നിറമെന്ന് പറഞ്ഞില്ലേ, ഉസ്ബക്ക്. ഇത് റഷ്യയിലും ഉണ്ട്. ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മളെ എണ്ണ അടിച്ച് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. സിവിലിയൻസിന് ഒരു ഡീസല്, പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഒരു ഡീസൽ, ആർമിക്ക് ഒരു ഡീസൽ, അങ്ങനെ 3 തരത്തിലുള്ള ഡീസലാണ്. ഇതിൻ്റെ അകത്തുനിന്ന് കറപ്ഷൻസ് നടക്കാതിരിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ സർക്കാർ ചെയ്ത ഒരു സംഭവമാണെന്നാണ് റഷ്യയിലുള്ളൊരു പുള്ളി വഴി നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പിന്നെ ഈ 3 കളർ. അത് വണ്ടിക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊന്ന് 3 കളറും കിട്ടി, 4 കളർ കിട്ടി, മണ്ണെണ്ണ അടക്കം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങി നമ്മൾ കസാക്കിസ്ഥാനിലേക്ക് ചെല്ലുകയാണ്. നമ്മളൊരു ചിന്താഗതി, അതായത് നമ്മൾ അവിടുന്ന് വെയിലുള്ള സമയത്താണ് ചൈനയിൽ നിന്ന് അവിടെ പോയി ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് നമ്മുടെ വിചാരം, നമ്മൾ ലഡാക്കിൽ പോയിട്ടില്ലേ, ഉംലിങ്ങിലെ പോയിട്ടില്ലേ, അല്ലെ അവിടെ പോയിട്ടില്ലേ, ഇവിടെ പോയിട്ടില്ലേ, അത്രയല്ലേ ഉള്ളൂ. ചെന്നങ്ങ് കയറിക്കഴിഞ്ഞപ്പോഴാണ് പരിപാടി. കാരണം ഞങ്ങൾ ഇന്നേ വരെ യാത്രയിൽ ഹീറ്റർ ഇട്ട് ഉറങ്ങിയിട്ടില്ല. ഹീറ്ററിൻ്റെ അത്യാവശ്യത വളരെ കൂടി. ഒരു ദിവസം ഞങ്ങളുടെ ശരീരത്തെ പൂട വരുന്നത് ഇവന്റെ എൻ്റെ സെബിന്റെ ഇതുണ്ട്. ഈ കാലിന്റെ അടിയിലൊന്നും ഇവിടെ ഒന്നും രോമമില്ല, എന്നിട്ട് പറഞ്ഞില്ല. അപ്പം ഒരു ദിവസം 6 ലിറ്റർ മുതൽ 8, ചില ദിവസം 10 ലിറ്റർ വരെയാണ് ഡീസല് ഈ വാഹനത്തിൻ്റെ കൂടാതെ നമ്മുടെ ഹീറ്ററിന് വേണ്ടി നമ്മൾ അടിക്കുന്നത്. അപ്പം പുറത്ത് ഭയങ്കരം എന്താണ് ഇതിനെ തണുപ്പാണ്, അകത്ത് ചൂട്. ഈ ചൂട് ഡീസലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ
പെട്ടെന്ന് തളരുകയും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് എന്താ ദാഹിക്കുക, നമ്മൾ ഉഷ്ണിക്കുക, ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുക. എന്റെ ഒക്കെ മുടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചകിരിത്തൊണ്ടില്ലേ പിടിച്ചാൽ മുടി മൊത്തം താരം കയറി വെട്ടാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് മുട്ടയടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ സാക്രിഫൈസ്. പിന്നെ അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ശല്യം ചെയ്യും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഉറങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അന്ന് ആലോചിച്ചോണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ യാത്ര തുടങ്ങിയ പിന്നെ 3 മണിക്കൂറല്ല 4 മണിക്കൂർ ഒരു ദിവസം തന്നെയാണ് ഒന്ന് നന്നായിട്ട് ഉറങ്ങിയത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ ഹീറ്റർ ഓഫാക്കാനും പറ്റൂല, എന്നാൽ ഹീറ്റർ ഓണാക്കാതെ കിടക്കാനും പറ്റൂല. ഹീറ്റർ ഓഫാക്കുന്നതും ഗ്ലാസ്സിലൂടെ തണുപ്പടിക്കും. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമന്റ് വെച്ചാണ് നിങ്ങൾ കുളിക്കൂല. അവിടെ ഉള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നില്ല, പിന്നെ നമുക്ക് വെള്ളം തരുന്നത് ബാത്റൂമിലൊന്നും വെള്ളം പോലും ചൂടുവെള്ളം പമ്പ് ചെയ്തിട്ടാണ് അവർ ബാത്റൂമിൽ വയ്ക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ -12 അതിന്റെ മേലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പ് മൊത്തം ഐസാവും, ബ്രേക്ക് ആവും, പിന്നെ വെള്ളം കിട്ടൂല. പിന്നെ ഇവരിന്ന് ചെയ്യുന്ന ഹീറ്റ് ആയിട്ടാണ് വെള്ളം വരുന്നത്. അങ്ങനെ നമുക്ക് ആര് കുളിക്കാൻ വെള്ളം തരാനാ? കറക്റ്റ് ആണ്. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ മറ്റേ UK-യിലും കാനഡയിലും അവിടെയുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്. പക്ഷെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തണുപ്പ് അനുഭവിക്കുന്നില്ല. ഇവിടെയാണ് റഷ്യ ഭാഗത്ത്, സൈബീരിയ ഭാഗത്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ്. ചില ഭാഗങ്ങൾ -40 വരെ അവിടെ വരും. അതായത് യാഷിക്കോ പിന്നെ സൈബീരിയ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ ഈ വേറെ കേസുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ കിട്ടുന്ന ഫെസിലിറ്റി ഒന്നും കസാക്കിലും അല്ലെങ്കിലും റഷ്യയുടെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഉസ്ബെക്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല. സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അത് ആ പറഞ്ഞ രീതിയിലുള്ള പോസിബിലിറ്റി ഒന്നും ചൂടുവെള്ളം ചൂടാക്കിയിട്ടാണ് ഹീറ്റിംഗ് കൊടുക്കുന്നത്. അത് തന്നെയാണ് തിരിച്ച് ബാത്റൂമിലോട്ടും പമ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് അവർ പറയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴേ അറിയാൻ പറ്റും. 400 GB ഇന്റർനെറ്റ് റീചാർജ് ചെയ്തിട്ട് പോയി 5 ദിവസം കൊണ്ട് നെറ്റ് തീർന്നുപോയി. എന്താണെന്ന് ഞങ്ങൾക്ക് പിടിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറേ ഗ്യാപ്പ് വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠമായി. ഇനിയിപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഈ ലീവൊക്കെ കഴിയട്ടെ, എന്നിട്ട് വേണം വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് പോകും. ഓരോടെ നിൽക്കുകയല്ല. ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനത്തെ നമ്മുടെ ഈ എന്നാ പറയുക ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടുത്തേതായ ട്രഡീഷണൽ ആയ ഭക്ഷണം ഒരു പരിധിയൊക്കെ ഉണ്ട് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഭയങ്കര ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിമിഷ്ടമുണ്ട്. അപ്പം നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന വെച്ചാൽ എന്നെ കിട്ടിയാൽ പിന്നെ തക്കാളി കിട്ടും, ഉരുളക്കിഴങ്ങ് കിട്ടും, സവോള കിട്ടും, പിന്നെ ചില്ലി ഇടയ്ക്ക് കിട്ടിയാൽ കിട്ടി, പിന്നെ ബ്രിഞ്ചാൾ കിട്ടും. സെവിനാണെങ്കിൽ അവിടുത്തെ പോസർച്ചി എന്ന് പറഞ്ഞ് കഴിച്ച് പശുവർച്ചിയാന്ന് ഇപ്പോൾ പറയുന്നത്. അവന് മൊത്തം ചൊറിച്ചിലാണ്. അപ്പം ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുമ്പം നിങ്ങൾ ആലോചിക്കണം. അതായത് ഞങ്ങൾ വാൻ ലൈഫ് തുടങ്ങുന്ന സമയത്ത് തന്നെ കുറേയധികം വാൻ ലൈഫ് വന്നു. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നു, നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അത്രയും പേരുള്ളപ്പോൾ നമുക്കൊരു എന്താ പറയുക, അതിനെ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുറേ പേര് ലൈനിൽ നിന്ന് വളരെ ഒന്നാമത്തെ കാര്യം ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടേ നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കില്ല. ഒരു ഫോറിനറിനെ സംബന്ധിച്ച് ഒരു വാൻ ലൈഫ് യാത്ര കൊണ്ടുനടക്കുക എന്ന് വെച്ചാൽ അവൻ ഏറ്റവും ചീപ്പും ഏറ്റവും ബെസ്റ്റും ഏറ്റവും ലക്ഷറി എന്ന് പറയുന്നത് ആ വാൻ ലൈഫായിരിക്കും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എക്സ്പെൻസും ഏറ്റവും ദുരിതവും ഏറ്റവും എന്താ പറയുക കഷ്ടകാലം പിടിച്ച പരിപാടിയായിരിക്കും. അതായത് നമ്മുടെ വണ്ടി കൊണ്ട് പോകാമെന്ന് ചിന്തിക്കുന്ന പോലെയല്ല. ഒരു ബോർഡർ ക്രൂസ് ഞങ്ങൾ അടുത്ത ദിവസം സെബിൻ വരുന്നുണ്ട്. അപ്പോൾ സെബിനെ കൂടെ കൂട്ടിയാണ് ബോർഡർ ക്രൂസിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് നമുക്ക് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ പറയണം. സ്പെഷ്യൽ ഒരു ബോർഡറിൽ പോയി എന്റെ ദൈവമേ, ഞാൻ സെബിനും കൂടെ അതല്ല ഏറ്റവും ബോർഡറിൽ പോയി ചെറിയൊരു കേസ് പറയാം. ഒരു ബോർഡറിൽ പോയി ഞാൻ സെബിനും ഞങ്ങൾ പറഞ്ഞു അവിടെ അവര് നമ്മളോട് അടിയാക്കുവാണ്, ഡിഷ്യൂ ആക്കാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഭാഷ ശരിക്കും സംഭവിച്ചാണ്. നമുക്ക് ഭാഷ അറിയത്തില്ല, എന്നാ ചെയ്യണം, വണ്ടി ടട്ടയൊക്കെ അടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. ആവശ്യക്കാർ ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പം അവിടുത്തെ ആർമിക്കാരൻ പറഞ്ഞു വണ്ടി ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ശരി, ഞാൻ വണ്ടി എടുത്ത് ഇവന്മാരുടെ വാക്കും കേട്ട് ഞാൻ നടുക്ക് കിടക്കുക. ബാക്കിയുള്ള വണ്ടിയൊക്കെ മാറ്റിയിട്ട് ഞാനത് എടുത്തോണ്ട് ഫ്രണ്ടിലേക്ക് വന്നു. അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ പരിപാടി ഒച്ചപ്പാടാക്കിയ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നാ. അവിടെ ചെന്നപ്പോ പറഞ്ഞു പ്ലീസ് ബാക്ക് തജക്കിലല്ല ഉസ്ബെക്കിൽ. എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്, അവർക്ക് ഇതൊക്കെ ഒരു കളി രീതി പോലെയാണ് അവർ കാണുന്നത്. നമുക്ക് ഭാഷ അറിയത്തില്ല, അവർക്കാണ് ഇങ്ങോട്ടും അറിയത്തില്ല. അപ്പൊ ഉള്ള ഇംഗ്ലീഷ് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ട് പ്രൊജക്ഷൻ എന്നാ പറയാ, എന്തിനാവശ്യമില്ലാത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ഇവരെന്നെ ചെയ്യുന്ന വെച്ചാൽ മാറി ഇരുന്നിട്ട് ചിരിയോട് ചിരിയായിരിക്കും. അല്ല, നമ്മൾ മറ്റേ കേസ് പറഞ്ഞില്ല. അതായത് നമ്മളൊരു വാഹനം കൊണ്ട് പോകുമ്പോൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് നമുക്ക് നേപ്പാൾ കയറുക എന്നുള്ളത് സിമ്പിളാണ്. അതിന് വലിയ 1/2 മണിക്കൂർ മതി. അവിടുന്ന് ഞങ്ങൾക്ക് ചൈന കയറുന്ന 10 ദിവസം കിടന്ന് പേപ്പർ റെഡിയാക്കി അവിടെ ഏജന്റ് ഉള്ളതുകൊണ്ട് ഒരു 4-5-6 മണിക്കൂർ കൊണ്ട് നമ്മൾ കയറിപ്പോയി.
അത് കഴിഞ്ഞ പിന്നെ എല്ലാം നമ്മൾ സ്വന്തമാണ്, സെൽഫാണ്. അതിൽ തുർക്ക്മെനിസ്ഥാൻ മാത്രമേ ഉള്ളൂ ഇതേപോലെ സെയിം ആയിട്ട് ചൈനയുടെ ഒരു പ്രോസസ്സ് വരുന്ന രാജ്യം. അപ്പം ഈ ചൈനയെ നമ്മൾ കയറാൻ വേണ്ടി മുടക്കിയത് വലിയൊരു തുകയാണ്. ആ തുക ഞങ്ങൾ റിവീൽ ചെയ്യില്ല, കാരണം ഇനി യാത്ര ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ആ റൂട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബാക്ക് വെക്കാനുള്ള ഇതുണ്ട്. പക്ഷേ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെല്ലാൻ നേരത്ത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു തുക വെക്കാൻ നേരത്ത് അത് എങ്ങനെ സംഘടിപ്പിച്ച് പോകാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കും. അതായത് നമ്മൾ പോയ ഏജന്റ് ആയിരിക്കില്ല നിങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ പോകുന്ന ഏജന്റിന് ഒരു പൈസ, ഞങ്ങൾ പോകുന്ന ഏജന്റിന് ഒരു പൈസ ആയിരിക്കും. ഞങ്ങൾ കഴിക്കുന്ന ഫുഡല്ല നിങ്ങൾ കഴിക്കുക, ഞങ്ങൾ വേറെ ഫുഡായിരിക്കും കഴിക്കാം, അപ്പൊ അതിന് വേറെ പൈസ. ഞങ്ങൾ അടിക്കുന്ന എണ്ണ ആയിരിക്കില്ല നിങ്ങൾ അടിക്കുന്നത്. പിന്നെ നമ്മൾ 4 വീലായിരിക്കും പോവാ, നിങ്ങൾ 2 വീലായിരിക്കും പോവാ. ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇനി പറയാം, നമ്മൾ ഒരു മനുഷ്യൻ നമ്മൾ എന്താ പറയുക സിംഗിളായിട്ട് ബാക്ക് പാക്ക് ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യുമ്പം സാക്രിഫൈസിങ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെ സാക്രിഫൈസ് ഇല്ലെന്നല്ല. ആ ഒരു വ്യക്തി എമിഗ്രേഷൻ ചെല്ലുന്നു, ക്യൂ ഉണ്ട്, ക്യൂ കഴിഞ്ഞാൽ വലിയ ക്യൂകളുള്ള സാധ്യത കുറവാണ്. സ്റ്റാമ്പ് ചെയ്യുന്നു, ലഗേജ് ചെക്കിങ്, അതായത് എയർപോർട്ടിലെ പോലെ ചെക്കിങ് കഴിയുന്നു, ആ രാജ്യത്ത് എൻട്രി അടിക്കുന്നു. ചിലപ്പോൾ അരമണിക്കൂർ തീരാം, ചിലപ്പോൾ 1 മണിക്കൂർ തീരാം, ചിലപ്പോൾ 4 മണിക്കൂർ എടുത്തേക്കാം, ചിലപ്പോൾ അത് 6 മണിക്കൂർ എടുത്ത് 6 മണിക്കൂറൊക്കെ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ല അവർ ലഗേജിൽ പ്രശ്നമോ ലഗേജിൽ പേരെന്നൊക്കെ ചില പേരുകൾ എന്താ വെച്ചാൽ അവർ അടിച്ചു നോക്കും, ഇങ്ങനെ മുന്നേ പ്രശ്നമാക്കി പോയവരെ. അപ്പം പാസ്പോർട്ടൊക്കെ അടിക്കാൻ നേരത്ത് അതിന്റെ നമ്പർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ പിടിക്കും. പിന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാർ നോട്ടഡ് ആയിരിക്കും. അപ്പൊ ആ കൺട്രിയിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ നമുക്ക് അങ്ങനെ മറ്റേ കൺട്രിയുടെ ബേസിൽ എവിടെ മാറ്റി നിർത്തിയിട്ടില്ല നമ്മളെ. ആ കേസ് ഭയങ്കര പക്കയാണ്. ഞങ്ങളെ തെറി വിളിച്ചാലും ഞങ്ങളെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, ഒന്നും മനസ്സിലാക്കാത്ത. അപ്പൊ അവർക്ക് അപ്പം പറഞ്ഞു വന്നാൽ ഇത്ര സമയം എടുക്കും. ഇനി നമ്മളൊരു വാഹനം കൊണ്ടാണ് പോകുന്നത്, എസ്പെഷ്യലി ഒരു ക്യാമ്പർവാൻ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. അല്ല ഞാനൊന്ന് പറയട്ടെ, അടുത്ത എപ്പിസോഡ് ക്യാമ്പർവാനും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു മിനിമം 4 മണിക്കൂർ തൊട്ട് 12-16 മണിക്കൂർ വരെ നമ്മൾ ചെക്കിങ്ങിന് വിധേയനാണ്. 16 മണിക്കൂർ കിടന്നാ ഞങ്ങള്. അതായത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബോർഡറിൽ അങ്ങോട്ട് കയറാൻ നേരത്തെ ചില ഉദ്യോഗസ്ഥർ പാവങ്ങളായിരിക്കും, ചില ഉദ്യോഗസ്ഥർക്ക് അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായി. നീ ഓർക്കുന്നില്ല, നമ്മളൊരു ബോർഡറിൽ ചെന്നപ്പോൾ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞിട്ട് കറക്റ്റ് 5 മിനിറ്റിൽ പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പോയി, വേറെ ആൾ വന്നു, വീണ്ടും അതേപോലെ റിപ്പീറ്റ്. അപ്പൊ ആ ലാസ്റ്റ് ഒരു പുള്ളിക്കാരി അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല, ഒരു പുള്ളിക്കാരനെ പിടിച്ചു. സാധാരണ ഈ ചേച്ചിമാർക്കൊക്കെ ഈ കറി മസാല, കാപ്പിപ്പൊടി, അങ്ങനത്തെ എണ്ണ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. തൂത്തുവരെ കൊടുത്തു ഞാൻ അവസരം ഈ മറ്റേ ഒരു 55 വയസ്സുണ്ടാവും ചേച്ചിക്ക്. അപ്പൊ ഞാൻ ഈ സാധനം പൊട്ടിച്ചിട്ട് കയ്യിലിട്ട് കയ്യിലൊക്കെ തേച്ചോ, ഈ സാധനമൊക്കെ പോകും, നല്ല വെളുക്കും. അതിന് മറ്റേ കാപ്പിപ്പൊടി പൊട്ടിച്ചിട്ട് മതി, ഇത് ഫ്രഷ് ആണ്, ഇത് ഇന്ത്യന്ന് വന്നാൽ നിങ്ങൾക്ക് വേണേൽ 2 എണ്ണം തരാന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റില്ല, ഇവർക്ക് മേടിക്കുന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ ക്യാമറ ഉള്ള കാരണം ഒരു സാധനം ഇവർക്ക് പറ്റൂല. അത്ര കറപ്റ്റഡ് അല്ല നമ്മൾ വിചാരിച്ചോലെ. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ രാജ്യങ്ങള് കറപ്ഷൻ അല്ല ഞാൻ നോക്കിയിട്ട്. കാര്യം ചെറിയ എല്ലായിടത്തും ഉള്ള പോലെ ഈ ട്രാഫിക് പോലീസുകാർ അങ്ങനെയുള്ള ആൾക്കാർ മേടിക്കും. മെയിൻ ഉദ്യോഗസ്ഥർ 5 പൈസ വാങ്ങൂല്ലോ കേട്ടോ. ഞങ്ങൾ നമ്മളോട് ചോദിച്ചാൽ തന്നെ ഇവരിങ്ങനെ ക്യാമറ ഒക്കെ എവിടെയാ ഉള്ളത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് ക്യാമറ. കസാക്കിസ്ഥാനിൽ നിന്നാണ് ഞങ്ങളെ കുറേ പോലീസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പരിധിയില്ലാതെ. ഒറ്റ പോലീസുകാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറമണ്ടി ഹിന്ദുസ്ഥാനി എന്ന് പറയും. ഓക്കെ യുഗോപ്പം അങ്ങനെ ഓൾറെഡി കസാക്കിൽ നിർത്തിയിട്ടാണ് വന്നാക്കുന്നത്. ഇനിയിപ്പോൾ ചെല്ലാൻ നേരത്ത് ചിലപ്പോൾ അരയ്ക്കൊപ്പം മഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട്. റഷ്യ മോസ്കോയിലൊക്കെ ഞങ്ങളുടെ ചേട്ടൻ ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 19 ആയെന്നാണ് പറഞ്ഞത്, -19, -17, -15 അങ്ങനെയൊക്കെ ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഇനി സാക്രിഫൈസ് ഇങ്ങനെ പോകുന്ന നേരത്ത് കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് റഷ്യ. അതെ, ടെറേനുകൾ ഇന്ത്യ പോലെ തന്നെ പലതുണ്ട് അവിടെ. പക്ഷെ നമ്മുടെ രാജ്യം പോലെ തന്നെ ഇച്ചിരി ടഫാണ്, പോലീസുകാർ ടഫാണ്, എല്ലാ രീതിയിലും ടഫാണ്. 1000 കിലോമീറ്ററൊക്കെ ഓടാൻ 20-25 ചെക്ക് പോസ്റ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെയാണ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ജർമ്മൻ പിന്നെ ആൾക്കാർ പറഞ്ഞത്, അവർ വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വർക്കാവില്ല, ഡെബിറ്റ് കാർഡ് വർക്കാവില്ല, ഒള്ളി റൂബിള്, അത് നമ്മൾ ബോർഡറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം. ഏതാണ്ട് ഞങ്ങൾ 50,000-60,000 രൂപ എടുത്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല, അതിപ്പോഴും കയ്യിലുണ്ട്. അതായത് ഇപ്പൊ റഷ്യ ടഫാന്ന് പറയുന്നത് അവരുടെ രാജ്യത്ത് ഇപ്പം ചില പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ട് അതിന് മുമ്പേ പോയാലും അങ്ങനെ തന്നെ ആണോ ടൈറ്റായി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും അവര് ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഞങ്ങൾ ഡോക്ടറിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയല്ലോ, ഡോക്ടർ അറാൽസി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ നമ്മുടെ പയ്യന്മാർ അവരെ കൊണ്ട് പോയപ്പം അന്ന് രാത്രി കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുക. അങ്ങനെ ഞാനും സെബിനും എനിക്ക് വന്ന ഞാൻ വെളുപ്പിനെ ഒരു 4 മണി വരെ ഓടിച്ചു. അതിനുശേഷം ഞാൻ സെബിന് കൊടുത്തു. അങ്ങനെ ഇത് വണ്ടി മണ്ണിലൊക്കെ താന്നു പോയി. ഈ വാഹനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ 6 ആക്ക് പോകുന്നല്ലോ, ഇങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചാണ് ഈ മഞ്ഞിൻ്റെ അകത്തോട് ഓടിക്കുന്നത്. അപ്പം ഗൈസ് നോക്കൂ, ഞങ്ങളുടെ പുത്രൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും അവൻ ഇങ്ങോട്ട് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവൻ അതിനുള്ള ഗുസ്തിയും തന്ത്രപ്പരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് ലൈറ്റാണ് വേണ്ടത്. അതെ, കാറിക്കൊണ്ടോട്. എടാ ബ്രോഡ്കാസ്റ്റ് ആടാ, അവൻ എന്നാ ബ്രോഡ്കാസ്റ്റ് വന്നിരിക്കുന്നു.
അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെത്തിയ കാര്യം അത് ഒന്നാമത്തെ കാര്യം, അത് നിങ്ങൾ ഓർക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതേപോലൊരു യാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര നിങ്ങൾ നടത്താൻ വേണ്ടി അങ്ങ് ഇറങ്ങുക. ചിലർ പറയും പ്ലാനിങ് വേണം, ചിലപ്പോൾ നമ്മളെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ യാത്രയിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായെന്ന് ഒരു കിംവദന്തിയുണ്ട്. പക്ഷെ സത്യം അതല്ല. 2 വർഷത്തെ പാസ്പോർട്ടാണ്. അതായത് നമുക്ക് ഈ റൂട്ട് കയറാൻ പറ്റില്ലായിരുന്നില്ല. നമുക്ക് ഉസ്ബെക്ക് വഴി, തജാക്ക് വഴി, നമുക്ക് അഫ്ഗാൻ വഴി, ഇറാൻ വഴി സെബിന് വിസ കിട്ടി, ഞങ്ങൾക്ക് 2 വർഷം കിട്ടിയില്ല. അതെ, ഞങ്ങളുടെ കാശും പോയി. അതെ, ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ കൂടുതൽ കൊണ്ടുപോകുന്നവരുടെ ചെലവുകളൊക്കെ എടുക്കും. ചെലവ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് വിസ എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷെ നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം സ്വന്തമായിട്ട് എടുക്കണം. കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ പൈസ ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടും. ചില സമയത്ത് നമുക്ക് ബാധ്യത കൂടുന്ന സമയത്ത് ഞങ്ങൾ തന്നെ സാക്രിഫൈസ് ചെയ്താണ് യാത്ര ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാരെ സംശയമുണ്ട് നമ്മുടെ കൂടുതൽ വരുന്ന എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇപ്പം സെബിൻ ഞങ്ങൾ ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ അവനെ കൊണ്ടപ്പോൾ അവൻ്റെ എല്ലാ ഇതും ഞങ്ങൾ എടുത്തു. പക്ഷെ ടിക്കറ്റ് അവൻ സ്വന്തമാണ് എടുക്കുന്നത്. നമ്മളോട് എത്ര ആൾക്കാർ യാത്ര ചെന്നാലും ടിക്കറ്റ് സ്വന്തമായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് കാര്യം. നമുക്ക് ഇന്നത്തെ പൈസ ആയിരിക്കില്ല പിറ്റേ ദിവസം. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ 2 ദിവസം 1 ദിവസമൊക്കെ ഇതിലായിട്ട് ഞങ്ങൾ മാസങ്ങളുടെ മുന്നേ ഒന്നും എടുക്കൂല. അങ്ങനെ എടുത്താണ് ഒരു കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് പ്രശ്നം. അത് കാരണം രാശിക്കുറവാണ് ഞങ്ങൾ ചിന്തിക്കുക. അത് 10,000 2,000 3,000 4,000 പോയാലും കുഴപ്പമില്ല. നമുക്ക് അന്നപ്പമായിട്ട് ടിക്കറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നപ്പമായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത കാര്യം പറയാനുണ്ട്. അല്ലല്ല കുറ്റം പറഞ്ഞു. നമ്മളെല്ലാരും ഇന്ത്യക്കാനെ കുറിച്ച് നമ്മൾ കുറ്റം പറയും. സത്യമാണ്. അതെല്ലാം നമ്മൾ വിദേശ കമ്പനികളുടെ ടിക്കറ്റ് എടുക്കും. എയർ ഇന്ത്യ ആയിക്കോട്ടെ, എല്ലാ സാധനം ആയിക്കോട്ടെ. എയർ ഇന്ത്യയുടെ കേസ് എനിക്ക് അറിയത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയ്സ് പോലത്തെ എയർലൈൻസിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ പൈസ തിരിച്ചു കിട്ടൂല. നമ്മൾ ഇന്ത്യക്കോടൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് ഇന്ത്യക്കോ, അതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും എയർപോർട്ടിൽ പോകണം, അവരെ ഉള്ള ഓഫീസ് ഉണ്ടാവും. അവിടെ ചെന്ന് നല്ല ഓഫീസർമാരെ പോയി കാണുവാണെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ബുക്ക് ചെയ്ത് എത്ര 2,000 3,000 രൂപ കുറച്ചേ കിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മുൻകൂട്ടി മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന ആപ്പിൻ്റെ അകത്ത് നമ്മൾ അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോകും ഇതും പോകും. അതായത് ഇപ്പം ഇനി അടുത്തൊരു കമൻ്റാണ്, നമുക്ക് വ്യൂ കുറയുന്നു എന്നുള്ളത്. പൊതുവേ ഞങ്ങളുടെ ഒരു കാറ്റഗറി ഉള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സെയിം വ്യൂ ആണ്. ഗൈസ് നിങ്ങൾ നോക്കൂ, 2019 തുടങ്ങിയ ചാനലാണ്. ഇപ്പോൾ 2025 ആകുമ്പോൾ ഏതാണ്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷത്തോളം നമ്മൾ ഒരേ രീതിയിൽ ഒരേ സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കാരെല്ലാം എന്ത് വിചാരിക്കില്ല, ഇവനെ ചേഞ്ച് ആഗ്രഹിക്കും. അപ്പം ചേഞ്ച് കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ തെറി തുടങ്ങും അല്ലേ? ചെയ്യട്ടെ, അവസരം തരും. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും, പെട്ടെന്ന് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ ആ ഒരു വിദേശ ബ്ലോഗ് എൻ്റെ മൈക്കിൾ അവിടെ കളിയാട്ടോ. അതായത് സിമ്പിളാണ്. ഷോർട്സിന്റെ വരവോടുകൂടി ലോങ് വീഡിയോകൾക്കുള്ള ആൾക്കാരുടെ പ്രാധാന്യം പോയി. ഇനി യൂട്യൂബിൽ വരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇടുന്നവരെല്ലാം അങ്ങ് നിർത്തും. നിങ്ങൾ ഫേസ്ബുക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യുക. 1 മിനിറ്റ് വീഡിയോയ്ക്ക് കിട്ടുന്ന $100 മേളിലാണ്. 1 മിനിറ്റ് റീൽസിന്, അതായത് ഫേസ്ബുക്ക് റീൽസിന്, ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് എല്ലാ വീഡിയോയും റീച്ച് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഇന്നിട്ട് 1 മില്യൺ അടിച്ചാൽ നാളത്തെ ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും. ഇപ്പം വീട്ടിലൊക്കെ ഇരുന്ന് ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കാന്ന് വെച്ചിട്ട് നമ്മൾ മറ്റേ ഓണായിട്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ മേടിച്ച് എപ്പിടിപ്പിക്കില്ല, അതിൻ്റെ അകത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തേന് ഏകദേശം 20,000 രൂപ 15,000 രൂപ 18,000 രൂപ അങ്ങനെ എന്തോ കണ്ട ഡോളർ വ്യത്യാസം വരുമ്പോൾ പൈസ മാറും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്നത് വേറെ ഒരു പണിക്കും പോകേണ്ട കാര്യമില്ല. മാസം ഒരു എങ്ങനെ പോയാലും ഒരു 30,000 40,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെ 2.5 നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. ഇപ്പൊ ഏറ്റവും റീച്ച് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ്, യൂട്യൂബ് അല്ല. നമുക്ക് എന്നാ റീച്ച് ആണ്. പക്ഷെ അവിടുത്തെ തെറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ യൂട്യൂബ് പോലെയോ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയല്ല, നല്ല മനക്കട്ടി തൊലിക്കട്ടി സാക്രിഫൈസിങ് എല്ലാം ത്യജിക്കാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാവുള്ളൂ. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യ തെറിയായിരിക്കും. പിന്നെ കാശ് കിട്ടുമ്പോൾ ഇച്ചിരി തെറിയും കിട്ടും. അത് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ പൊതുവെ യൂട്യൂബ് ഇപ്പൊ ആൾക്കാർ കാണല് കുറവാണ്. ഷോർട്സ് വന്നതോടുകൂടി ആൾക്കാർ ഷോർട്സ് ആണ് കാണുന്നത്. ഇനി വരാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പരസ്യങ്ങൾ കുറയും, ഫേസ്ബുക്കിലോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ക്രിയേറ്ററും പോവും, എല്ലാരും പോവും. അങ്ങനെ അതായത് ഇതിന്റെ മുമ്പ് തന്നെ വിദേശികൾ ഇത് കണ്ട് മനസ്സിലാക്കി അവര് വീഡിയോയുടെ ലെങ്ത് കുറച്ചു 12, 14. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്രിയേറ്റേഴ്സ് 12, 14, അതായത് 20 മിനിറ്റ് താഴോട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അതായത് ഷോർട്ടായിട്ട്, അതായത് നമ്മൾ 30 മിനിറ്റ് 45 മിനിറ്റ് ചെയ്തവർ
കുറച്ച് ഒരു ഞങ്ങളിപ്പം ട്രൈ ചെയ്യുവാണ്, അതായത് 20 മിനിറ്റ് അല്ലെങ്കിൽ 24 മിനിറ്റുള്ള ബ്ലോഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കണ്ടന്റ് കുത്തി നിറച്ച് കൊണ്ടുവരുവാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ കണ്ട് തീർക്കാനും പറ്റും, എന്നാൽ സമയം നഷ്ടമില്ല. അപ്പം വിദേശ ബ്ലോഗർമാർ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്, കേരളത്തിൽ ഒരു ബ്ലോഗർ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. അപ്പം അപ്ഡേഷനുകളിനനുസരിച്ച് നമ്മൾ മാറണം, കാരണം കാലം മാറി. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ രൂപം മാറി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കാലം കൂടെയായിരുന്നു, അതൊരു കഴിഞ്ഞപ്പോഴത്തേന് ഇത്ര ചെറിയ കൊടയായി, അത് കഴിഞ്ഞ് നാനോ കൊടയായി, ഇനി കൊട ഇല്ലാതെ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കണം. അതെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പം നിങ്ങൾ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ ലെങ്ത് വീഡിയോ 35-40 മിനിറ്റ് വീഡിയോ ഇടുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ ചെറിയ വീഡിയോ തന്നെ, ഷോർട്സ് ആണ് കൂടുതലും നമ്മളോട് തന്നെ ഇടാൻ പറയുന്നത്. നമുക്കും ഇവരെ പിന്നെ പ്രോഗ്രാമും പിന്നെ ഇവർ കുറേ ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളോടും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഷോർട്സ് എന്നുള്ളത്. ഞങ്ങൾ അന്ന് പോലെ ഇട്ടില്ല. അപ്പം ഞങ്ങൾ ലെങ്ത് വീഡിയോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ടത്. കാരണം നമ്മുടെ ഈ യാത്രയ്ക്ക് ചിലവ് കൂടുതലാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. എല്ലാരും മാറിയിടുന്നു പറയും, അവന് പൈസയുണ്ട്, അവന് കാശുണ്ട്, യൂട്യൂബിന് കൊട്ടടക്കാണ് കിട്ടുമെന്ന് പറയും. പക്ഷെ കാശ് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 90% അതിൻ്റെ അകത്ത് നമ്മൾ ചിലവാക്കും അല്ലേ. ചില സമയങ്ങളിൽ ഒരു 60%, ചില സമയത്ത് 90 100 പോയ സമയമുണ്ട്. പിന്നെ കയ്യില് മറ്റേ കാശ് കിട്ടി, അതേപോലെ കടം കൊടുത്തിട്ടുമുണ്ട്, അതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഇതിൻ്റെ ഒരു ബിസിനസ് നടത്തിക്കോട്ടെ, എല്ലാം ഇതിൻ്റെ അകത്തുള്ള ഇതെന്ന് വെച്ചാൽ ചില സമയത്ത് ക്രൈസിസ് ഉണ്ടാവും, ചിലയിടത്ത് അപ്പ് ഉണ്ടാവും, ചിലയിടത്ത് ഡൗൺ ഉണ്ടാവും. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 3 മാസം നമ്മൾ വീട്ടിൽ തന്നെ വലിയ പരിപാടിയൊന്നുമില്ല, സാമ്പത്തിക ക്രെഡിറ്റ് കാർഡിൽ ടിക്കറ്റ് എടുത്തു, ക്രെഡിറ്റ് കാർഡിൽ എണ്ണ അടിച്ചു, അന്നത്തെ ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കി കാശെടുത്തു, ആ സാധനം അടിച്ചു തീർത്തു. അപ്പത്തേനും അടുത്ത ക്രെഡിറ്റ് കാർഡിന് പൈസ ആകുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ വന്നു. ജോലി, ഒരു കടവും ഇല്ല, ബാധ്യതയില്ല, ക്രെഡിറ്റ് കാർഡിനോട് മാത്രം. നോക്കൂ, ഇവനെല്ലാം എടുത്ത് എറിയോ കേട്ടോ. ഇവൻ സർക്കസ് ആണ് അവിടെ കിടന്ന. അവന് 2 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മര്യാദക്ക് ഭാഷ പഠിക്കും. അതിന് എല്ലാം എടുത്ത് എറിയുവാ. ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് നശിപ്പിക്കാൻ അവൻ. അവന് നന്നായിട്ട് അറിയാം, അവന് ഒന്നും പറയില്ല, ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം യൂട്യൂബിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഗൈസ് നോക്കൂ, അതായത് ഗൈസ് നോക്കൂ, അതായത് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങള് ബ്രോഡ്കാസ്റ്റിൽ നല്ല വിഷയങ്ങളായിട്ട് വരുന്നതാണ്. നിങ്ങൾ പറയൂ, ഞങ്ങൾ വിഷയങ്ങൾ ഏതാണ് പറയേണ്ടത്, പക്ഷെ ഞങ്ങൾ പറയൂല, ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം മാത്രം പറയൂ. ഞങ്ങളെ കുത്തിക്കുത്തി പറയും, അവനെ കുറിച്ച് പറ, ഇവനെ കുറിച്ച് പറ, മറ്റവനെ കുറിച്ച് പറയാൻ വേണ്ടി വരും. എന്നിട്ട് അവസാനം പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ എന്തിനാ അവനെ അങ്ങനെ പറഞ്ഞേ, നിങ്ങൾക്ക് കുശുമ്പല്ലേ, നിങ്ങൾ നോക്കിക്കോ ഒക്കെ പറയാനല്ലേ നമുക്കറിയാത്. അല്ല, വേറെ കേസുണ്ട്, നമ്മൾ മറ്റുള്ള കേസിൽ ഇടപെടൽ നിർത്തിയതാണ്. പിന്നെ മറ്റു പരിപാടികളൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഞങ്ങള് ഈ വീട്ടിൽ റിസർച്ചിങ്ങിലാണ് ഞങ്ങള്. അതായത് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പുതിയ രീതിയിലേക്ക് വന്ന് പുതിയ ഐഡിയകൾ കണ്ടുപിടിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് 24 മിനിറ്റ് മുതൽ 18 മിനിറ്റ് വരെയുള്ള ബ്ലോഗ് എല്ലാ കണ്ടന്റും കുത്തിനിറച്ച് നല്ല എഡിറ്റിങ്ങോടുകൂടി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എഡിറ്റിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് കയറി പഠിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരു സംഭവം ഉണ്ട്, നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. നമുക്കെല്ലാം അറിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാമത് ഒരാളെടുത്ത് സഹായത്തിന് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല വീഡിയോസ് വന്നു, എഡിറ്റിംഗ് ഒക്കെ വന്നാൽ അവിടുന്നേയും ചാടുന്നത് ഇവിടുന്നേയും ചാടുന്നത്, പണ്ടത്തെ തെലുങ്ക് സിനിമ പോലെ ഇങ്ങനെ ഇടിച്ചൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഒരു സമയത്ത് എഡിറ്റർ വേണം, നീ മൂഞ്ചിക്കോന്ന് പറഞ്ഞാൽ ഊമ്പി പോയില്ലേ. പച്ച മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്, ആരും ഇതാക്കണ്ട. എന്നാന്ന് വെച്ചാൽ അവൻ പറയാം, എനിക്ക് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരു കാശ് പറഞ്ഞിട്ടായി പിടിക്കാം, വീഡിയോ ചെയ്ത് സെറ്റപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഇത് വേണമെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പോയില്ലേ. എല്ലാവരും സ്വന്തം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എല്ലായിടത്തും എറിയ കേട്ടോ, ക്യാമറ കിട്ടാണ് ഏറി കിട്ടിയത് സുഹൃത്തുക്കളെ. 1.25 ലക്ഷത്തിന്റെ ക്യാമറയും 2.25 ലെൻസും ഇപ്പോൾ ഗോവിന്ദാകുന്നതാണ്. എന്താ പറഞ്ഞു, അല്ല അവൻ തന്നെ പോയിട്ട് അവൻ തന്നെ വീണതാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമി അമ്മ അവിടെ ഉണ്ട്, അവര് നോക്കുന്നുണ്ട് കൊച്ചിനെ. അപ്പൊ യൂട്യൂബിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഇനി ആരെങ്കിലും യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ആദ്യം ഒന്ന് പിടിക്കുക. അതെ, ഞങ്ങൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഗുണം കിട്ടിക്കോട്ടെ എന്നാണ് ഞങ്ങൾ ഈ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 തരം ആൾക്കാരുണ്ട്, 3 തരം ആൾക്കാരെന്ന് പറയാം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും അറിയപ്പെടുക, മറ്റുള്ളവർക്കും കൂടെ അത് കിട്ടിക്കോട്ടെ. രണ്ടാമത്തെ വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയപ്പെടുന്നത് എനിക്ക് മാത്രമെന്നുള്ള ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ഇതിന് രണ്ടും മിണ്ടില്ല. ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എല്ലാവരും കൂടെ ഇടിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുണം. ഇപ്പോൾ ഈ യൂട്യൂബിൽ ഒരു ഇടിവ് സംഭവിക്കുന്ന മെയിൻ കാരണം വെച്ചാൽ പഴയ ആ ഒരു എന്താ പറയുക, എല്ലാവരും ബ്ലോഗിങ് അങ്ങോട്ട് എന്താ ഡൗൺ ആയി. ഇപ്പം ട്രാവൽ ബ്ലോഗിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ടും മല്ലു ട്രാവലർ വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ വീഡിയോ കയറും. ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ
പുള്ളിക്കാരനും കൂടെ വേണം. എന്നാന്ന് വെച്ചാൽ ഒരു സൈഡ് പുള്ളിക്കാരൻ, മറ്റൊരു സൈഡ് നമ്മള്, മറ്റൊരു സൈഡ് ഇങ്ങനെ വേറെ ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടായില്ലേ. ഞങ്ങൾ അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കണ്ടവൻ പറഞ്ഞത് ഞാൻ ട്രാവൽ തുടങ്ങുകയാണ്. എന്നിട്ട് എന്നോട് മറ്റേ ചൈനയിലെ കേസൊക്കെ ചോദിച്ച നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചാണ്. പിന്നെ അഡ്രസ്സില്ല. പിന്നെ ഇടയ്ക്കിങ്ങാനും ഞാൻ എവിടുന്നോ ഒന്ന് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരനൊക്കെ നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ വിധി ഇടും നമ്മൾ നോക്കുക എന്നാ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പുള്ളി എല്ലാവരും പാവങ്ങൾ, എല്ലാവരും നാവിലുള്ള പ്രശ്നം. ഇപ്പം എൻ്റെ നാവ് പുള്ളി എബിന് ഇഷ്ടപ്പെടൂല, എബിൻ്റെ നാവ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടൂല. ഉള്ളിൽ എല്ലാവരും പാവങ്ങളാണ് അല്ലേ, എല്ലാ മനുഷ്യന്മാരും. പഴയ പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ശക്തമായി തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രി ആയാലും ഇപ്പൊ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഫീൽഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഇങ്ങനെ മൈക്കും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരെ വിധിക്കലാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കോടതിയൊക്കെ ഇപ്പത്തെ സംഭവം വെച്ചാൽ കോടതി അല്ല, അവർ സ്വന്തമായിട്ട് ഏറ്റെടുത്താക്കുക. അവര് തന്നെയാന്നാ പറയുന്നത്. അവര് തന്നെ ജഡ്ജി, അവര് തന്നെ വക്കീല്, അവര് തന്നെ വിധിക്കും. അല്ല കാറ് ഇരിക്കുന്ന പുള്ളി എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ ബുൾജറ്റിന്റെ ഒരു പ്രേക്ഷകനാണ്, ഞാൻ സ്ഥിരമായി കാണുന്ന ആളാണ്. ചില കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്. ആദ്യം തന്നെ ഇതൊരു സൈക്കോളജിക്കൽ മെൻ്റലി മൂവ്മെൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓൾറെഡി പണ്ട് നമ്മളെ കുറച്ചും കൂടെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ അങ്ങോട്ട് വലിച്ച് അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരെ അതിലേക്ക് എത്തിച്ചു. എന്നിട്ട് കുറച്ച് നല്ല ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്നിട്ട് അത് ചെയ്തതിന് ശേഷം എല്ലാം ലെവലായല്ലോ. എന്നിട്ട് കുറച്ച് നാളം കൊണ്ട് കഴിയുമ്പം ഇവരൊരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റേബിളായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങോട്ട് എല്ലാവർക്കും എതിരെ പൊട്ടിത്തെറിക്കാണ്. അപ്പോൾ ഈ കാറിലിരിക്കുന്ന വ്യക്തിയുടെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ആർക്കെതിരെ പുള്ളി ചെയ്യാൻ നേരത്തും പുള്ളി എല്ലാവരും വിമർശിക്കുന്നതാണ്. പുള്ളി നമ്മളെക്കുറിച്ച് അല്ല, ഇപ്പം എന്നാ പറയുക, ഈ കാറിലിരിക്കുന്ന പുള്ളിക്ക് മാത്രമല്ല എല്ലാവരെക്കുറിച്ച് പറയാനുള്ള ഇതുള്ളത്, നമുക്കും അതേപോലെയൊക്കെ തന്നെയുണ്ട്. അപ്പം ഈ എന്നാ പറയുക, ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ഉണ്ട്. അതായത് ഈ ഇതേപോലെ ഇരുന്ന് വിധിച്ച് എന്നാ പറയുക പ്ലാറ്റ്ഫോം ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് രാജ അല്ല, അവരെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയും ഞാൻ ഈ ബുൾജറ്റിൻ്റെ ഒരു പിന്നെ സബ്സ്ക്രൈബറാണ്, ഞാൻ അവരെ ഡെയിലി 9 മണിക്ക് വന്ന് കാണും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു ചെറിയ ഇതം കൊടുക്കും. അപ്പം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ശരിയല്ലേ, ബാക്കി പറയട്ടെ. അപ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കൽ മെൻ്റലി ഒരു പ്രത്യേക മൂവ്മെൻ്റ് ആണ് അത്. ആ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിക്കടിക്കുക എന്ന് പറയും. ആ പത്തിക്കടിച്ച് നമ്മൾ ആദ്യം പത്തിക്കടിച്ചതിന് ശേഷം ആ ഒരു നെഗറ്റീവ് അങ്ങോട്ട് തുടങ്ങും. അതായത് നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു കണ്ടന്റ് ആക്കും. കാരണം പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഒരു ബ്ലോഗറിൻ്റെ ഒരു വിഷയം ഉണ്ടായി, അതൊരു ഫാമിലി ഇഷ്യൂ. അപ്പം ഈ ഫാമിലി ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഫാമിലി ബ്ലോഗറാണ്. അപ്പം അതിനെ വീഡിയോ ചെയ്ത് ഇവരൊക്കെ ചെയ്ത് നല്ല രീതിയിൽ റീച്ചാക്കി റവന്യൂ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന സ്വാഭാവികമാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലും മറ്റൊരു വീട്ടിലത്തെ ഇതെല്ലാം നമ്മൾ അത് മറ്റേ ഇതെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലടക്കം പ്രശ്നമുണ്ട്. എല്ലാവരും വീട്ടിൽ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവര് ഇപ്പം അവരുടെ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം ഞങ്ങളുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പം എന്നാ പറയുക ഇടയിലും ഈ എന്നാ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട്. അപ്പോൾ ഒരാൾ പിന്നെ കുപ്പി ഇതുണ്ട്, ഇപ്പം തന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എൻ്റെ മോൻ വലിച്ചെറിയാണ്. അപ്പോൾ ഒരാൾ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ടുള്ളൂ. ഇപ്പം എൻ്റെ യാത്രയിൽ ഞാൻ പറയാം, നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ലിബിനാണ്. അതായത് ലിബിൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യും. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഇപ്പം നമ്മുടെ ഒരു കേസ് എന്ന് വെച്ചാൽ എല്ലാ കാര്യം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, ഇപ്പോൾ ഒരു ക്യാമറ മേടിക്കണം തീരുമാനിച്ചു. ഇപ്പം നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ശക്തമായിട്ട് ഒരു സാധനം വേണം. അപ്പോൾ ഇവനൊരു 5-6 പ്രാവശ്യം പറഞ്ഞു നോക്കും, അതായത് ഇത് എടുക്കണ്ട എന്നുള്ളത്. പക്ഷേ എന്നാലും ഞാനൊരു ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഐഡിയ ഇതുകൊണ്ട് വരും. അപ്പം നമ്മൾ ഈ എന്ത് പരിപാടിയിലും 2 അഭിപ്രായങ്ങൾ വരും. ഇപ്പം ഞാൻ പറയാം, എനിക്ക് മണി മാനേജ്മെൻറ്റ് എന്ന സാധനം അറിയത്തില്ല. ലിബിന് ആ സമയത്ത് എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം, എങ്ങനെ ചിലവാക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയാം. അതായത് ഇപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന നേരത്ത് ഞാൻ ലിബിനോട് അഭിപ്രായം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന നേരത്ത് ഞങ്ങൾ അപ്പനോടും അമ്മയോടും അല്ല അഭിപ്രായം ചോദിക്കുക, ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായം ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്ത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം വരും. ഒരാൾ താന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തരും. പിന്നെ ചിലപ്പോൾ അടികളുണ്ടാകും, ബഹളം ഇതുണ്ട്, ഇവിടെയൊക്കെ പാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദേഹത്തുണ്ട്. ഞങ്ങൾ തമ്മിലൊക്കെ പിന്നെ അടിയെന്ന് പറഞ്ഞ പോലെ അടി അയലോക്കന്മാരൊക്കെ വരും എന്നോട് വന്നിട്ട് മാറ്റി ചിലപ്പോൾ അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ഞങ്ങൾ അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഈ പറയുന്നവർ മുമ്പും ചെയ്യും. രണ്ടാമത്തെ കേസ് ഞാൻ പറയട്ടെ. അപ്പം ഞങ്ങളിപ്പം 6 വർഷം ഫീൽഡ് വന്നത്, അതായത് ഒരു ചേട്ടൻ അനിയൻ എന്ന് പറഞ്ഞൊരു കോംബോ ആയിട്ട് ഞങ്ങൾ വന്ന ആൾക്കാർക്ക് ഒരു അത്ഭുതപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ ഒരു കോംബോ എന്ന് പറഞ്ഞത്. അപ്പം
ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സാക്രിഫൈസ് ഞങ്ങൾ വന്ന വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറി. അല്ല, ഈ കാറിരിക്കുന്ന വ്യക്തി കേരളത്തിൽ ആദ്യമായിട്ട് യൂട്യൂബറിൽ ഒരു അസോസിയേഷൻ എല്ലാവരും കൂടി മാധ്യമപ്രവർത്തകർ എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിക്കുന്നതായിട്ട് ഒരു വ്യക്തിയാണ് ഈ സംഭവം തുടങ്ങിയത്. മല്ലു ട്രാവൽ എന്ന് പറഞ്ഞ ആളാണ്. അല്ല, ആദ്യം പിന്നെ CCOK രണ്ട് സംഘടനയാണ്. ആദ്യം വന്നത് CCOK എന്ന സംഘടന, പിന്നെ വന്ന് മല്ലു, പിന്നെ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ സംഘടന. മല്ലു ആണ് ഇത് കഷ്ടപ്പെട്ട് ഈ സാധനം തുടങ്ങി. കേരളത്തില് ഈ യൂട്യൂബർമാർ ഒരു അസോസിയേഷൻ മെയിൻ ആയിട്ടുള്ള എല്ലാരും കൂടെ കൂട്ടിച്ചേർന്ന് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ മല്ലു ആണ് ഇത്. രണ്ടാമത് ഇപ്പൊ എന്ന് വെച്ചാൽ പൂർവ്വമായിട്ടുള്ള ഇപ്പൊ ഇങ്ങനെ വാണിംഗ് അടിക്കുന്ന അവരില്ല ഇവരില്ലെന്ന് പറഞ്ഞ് അടിക്കുന്ന സംഘടന തുടങ്ങിയത് മല്ലു ട്രാവലാണ്. മല്ലു ട്രാവലാണ് ഇത് തുടങ്ങിയത്. അന്ന് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയതും ആ സെറ്റിനും പ്രൊമോഷനും കാര്യങ്ങൾക്കെല്ലാം പൈസയൊക്കെ പുള്ളിക്കാരനാണ്. ഇപ്പൊ പുള്ളിക്കാരനെ പുറത്ത് ചവിട്ടി കൂട്ടിയിട്ട് ഇവരിപ്പോ ഞാനാണ് രാജ. അല്ല, വേറെ കേസ് പറയാം. സംഘടനകളൊന്നും ഒരു കാര്യമില്ല. ഇത് ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ സംഘടനയോ മറ്റു സംഭവങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് വല്ല നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സംഘടന എന്ന് പറയുമ്പോൾ ഈ സംഘടനയ്ക്ക് കുറേ എന്നാ പറയുക, ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവരിക. ഇൻഫ്ലുവൻസ് മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇത് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായത് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് പരസ്യപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സംഭവം എന്നാ നടക്കുന്നത് വെച്ചാൽ, ഒരു നമ്മൾ സ്റ്റേജ് പരിപാടി വരുവാണ്. അപ്പം ഇപ്പൊ ഏറ്റവും നല്ല ലീഡിങ് നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് എബിൻ. അപ്പം നമ്മളൊരു ഹോട്ടലായിരിക്കും നമ്മൾ ബുക്കിംഗ് എടുക്കാം. അപ്പോൾ പറയും എബിൻ വരും, എബിൻ വീഡിയോ ഇടും, ഒരു പ്രൊമോഷനാണ്. അങ്ങനെ ഒരു 100 പേര് വന്ന് 100 പേരുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഈ ഹോട്ടലിൻ്റെ പ്രൊമോഷൻ വന്ന് കിടക്കുവാണ്. നമ്മളൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പറയാം. അപ്പോൾ ഹോട്ടലുകാർ തന്നെ അവരുടെ ഒരു പൈസയും വാങ്ങും ഈ സംഘടന. അവസാനം എല്ലാ സംഘടനയും ചെയ്യുന്ന ഒരു പൈസയും വാങ്ങും. അവസാനം ഈ ഹോളും കാര്യങ്ങളും ഫുഡും ഫ്രീയും ആയിരിക്കും. ചിലപ്പോൾ സംഘടനയുടെ കാര്യത്തിന് ഉപയോഗിക്കാം. അല്ല, നമുക്കറിയത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ബേസിക്കലി സംഘടന ഒന്നും കാര്യമില്ല. ബുദ്ധിയുള്ള ആരും ഇന്നേരം സംഘടന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ പേരൊക്കെ ഇപ്പം ഭക്ത സംഘടന ഉണ്ട്. ഇല്ല, സുജിത്ത് നല്ല ഐഡിയ ഉള്ള മനുഷ്യനാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പുള്ളിക്കാരനോടുണ്ട്. വളരെ വളരെ നല്ല രീതിയിൽ. പക്ഷെ ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്നത് ശരിയാണ്. പുള്ളിക്കാരൻ ഒരു സംഘടനയില്ല. ഇല്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുറെ പേരില്ല, പിന്നെ കുറെ പേരുണ്ട്. കുറെ ആൾക്കാരുടെ വിചാരം ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, ബാക്കിയുള്ളവരെല്ലാം കോളനി കവലപ്പുണ്ടകള് അല്ലെങ്കിൽ പിന്നെ എന്നാ പറയാ വേട്ടാവളിയന്മാര് എന്നാ വാണത്തരവി കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ചിന്തിക്കുന്ന കേട്ടോ. ഇത് ഇവന്മാരെന്നെ കാണിക്കുന്നത്. ഇത് അവന്മാര് ഇപ്പത്തെ കുറച്ച് ഇത് ഫാമിലി ബ്ലോഗേഴ്സ് എന്നാ ഇത് പിന്നെ വെറുതെ കുക്ക് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ 2 മറ്റേ തുണി മേടിക്കുന്ന പറഞ്ഞാൽ 1 മില്യൺ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് 50,000 ഉള്ളൂ. ഇത് എന്നാ ഇപ്പോൾ കുറേ ഒരു ചിന്താഗതി ഉണ്ട് മൊത്തത്തിൽ. എല്ലാവരും ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അല്ല കാലത്തിനനുസരിച്ച് എന്താണോ സമൂഹത്തിന് വേണ്ടത് അത് ചെയ്യാം. പലർക്കും പല സംഭവങ്ങളും കിട്ടും. അതൊന്നും നോക്കി ആരും പിന്നെ വിഷമിച്ചില്ല. ഇപ്പോൾ ഇതിനകത്ത് പണ്ട് പോലെയുള്ള ആൾക്കാരുടെ ചിന്താഗതി വെച്ചാൽ ഇപ്പോൾ ഇന്നലെ വന്നത് അവന്മാർക്ക് ഇത് ഇന്നലെ അങ്ങനെ ഒന്നും ചിന്തയല്ല. ഇത് അപ്ഡേഷൻ കറക്റ്റായിട്ട് നടത്തുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇനി വേറൊരു കേസ് കൊണ്ട് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് വേറെ കേസ് എന്ന് പറയാം. ഈ മൈക്കിന്റെ അകത്ത് ഇങ്ങനെ കാറിന്റെ അകത്തൊക്കെ ഈ സാധനം ഞങ്ങൾ 1300 രൂപ മേടിച്ചാണ് ഇതിന് വേണ്ടി. കേസ് ഈ കാറിന്റെ അകത്തൊക്കെ വന്ന് തള്ളുന്നവന്മാര് വേറെ കാര്യമുണ്ട്. ഇമാര് പേഴ്സണലായിട്ട് വിളിക്കും ഈ വീഡിയോ എല്ലാം ചെയ്ത്. ഇത് ശരിയാണോ വേണം ആദ്യം ചെയ്യാം. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ റാണി ട്രാപ്പ് വന്ന സമയത്ത് ഞാനത് ആദ്യം ഇൻസ്റ്റാഗ്രാമിലെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ചാറിന്റെ കേസിൽ ഒരാൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. ആളുടെ പേരൊന്നും പറയില്ല. ഇവർ പറയുന്നത് എന്നെ വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അടുത്ത വീഡിയോ ഞാൻ അങ്ങനെ പറഞ്ഞേക്കാം. ഇവന്റെ ഒക്കെ ദയവാണ് നമുക്ക്. അല്ലേ, ഇവരാണോ കോടതി, ഇവരാണോ ആരെങ്കിലും തീരുമാനിക്കുന്നത്? നമ്മൾ ബേസിക്കലി നമുക്ക് കുറെ കേസുകളുണ്ട്. നമ്മൾ കോടതിയിലും മറ്റു സംഭവങ്ങളിലും പോകുന്നതാണ്. ഒരു കേസ് വന്നിട്ടുണ്ട്, ഇവന്റെ ഒക്കെ കാല് മുട്ട് പറിക്കും. അതെ, ഇനിയിപ്പോ അടുത്ത കേസ് ഞാൻ പറയാം. ഈ കാര്യങ്ങൾ അല്ലല്ലേ, വേറൊരു കേസും കൂടെ പറയാം. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇപ്പൊ ഞാൻ ഇവനെ കുറിച്ച് കുറ്റം പറയുന്നത് വെച്ചോ, ഞങ്ങൾ പല ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ ആരും പേര് പറയുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവനെ കുറിച്ച് പേര് പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. ആരായിരിക്കും എന്തായിരിക്കും, ഞാനിപ്പോ മരത്തിനായിരിക്കും കുറ്റം പറയാൻ. ഇപ്പൊ എന്റെ ഒരു പേരെടുത്തിട്ട് ഇവനിപ്പം ഒരു കുറ്റം പറഞ്ഞു വെച്ചോ, നിങ്ങൾ അന്നപ്പം ഇവിടെ വക്കീലെ കണ്ട് ഒരു കേസ് കൊടുക്കുവാണെങ്കിൽ നമുക്കെതിരെ ഇപ്പൊ ഇല്ലാ കഥകൾ പറഞ്ഞു. അപ്പൊ അയാൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നങ്ങൾ. വക്കീൽ നോട്ടീസ് 1500 കൊടുത്താൽ മതി. ഇന്ത്യൻ നിയമത്തിന് പോയിന്റ് അറിയത്തില്ല. അതായത് നമ്മളെല്ലാവരും ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാവരും. അതിന് മേലെ ആരുമില്ല. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനില്ല. ഇനിയും ഈ ലോകത്തിലെ ഭൂപടം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു കടുകുമണിയല്ല, ഒരു മണൽത്തരിയുടെ അത്രയും പോലും ഇല്ല. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു കാര്യങ്ങൾ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഈ കാറിൽ റിവ്യൂ ചെയ്യുന്ന ആൾ ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പം
ആദ്യം തന്നെ വന്നു പറയും ഞാൻ അവരുടെ ഒരു വലിയ ആരാധകനാണ്, ഞാൻ എല്ലാ വീഡിയോ ഞാൻ പാൽ കൊപ്പിയാണ്. പക്ഷേ അവിടെ തുടങ്ങും. അതെ, അടി അവിടെ തുടങ്ങും. ഞങ്ങൾക്ക് തിരിച്ചടിക്കാനോ പറയാനോ അറിയില്ല എന്നുള്ളതല്ല, ഞങ്ങൾ പണ്ട് ഈ പരിപാടി നിർത്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതി, നമ്മുടേതായ മാർഗം, നമ്മുടേതായ ലക്ഷ്യങ്ങൾ വെച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം, അല്ല വേറൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പം യൂട്യൂബേഴ്സ് ഇതാ ഇത്ര പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു. മാധ്യമങ്ങൾ യൂട്യൂബേഴ്സിനെതിരെ അഴിഞ്ഞാടുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ യൂട്യൂബേഴ്സിനെതിരെ ഞാൻ പറയട്ടെ വീഡിയോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംഘടന വേണം. ആ സംഘടന കൊണ്ട് ഒരു കാര്യമില്ല. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സംഘടന, ഇങ്ങനെ അങ്ങനെയെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളിലും മറ്റു സംഭവങ്ങളിലും പോകരുത്. നിങ്ങൾ എല്ലാവരും വിളിക്കും, ഇന്റർവ്യൂവിന് അങ്ങ് പോകില്ല, അല്ലെ അവരുടെ പരിപാടികളൊന്നും പോകില്ല. അപ്പൊ ഇതൊന്നും എല്ലാവർക്കും ഫെയിമാണ്. അപ്പൊ അതിലൊന്നും വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു എല്ലാവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി ഒരു എന്നാ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡ് എന്താ പറയുക, ഒരു ഫോൺ കോൾ ബന്ധം ഉണ്ടാക്കുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ എനിക്ക് തോന്നുന്നു സംശയമുണ്ട് ചോദിക്കുക. നാളെ വീഡിയോ കണ്ടിട്ട് വേണം വിളിക്കുക. എന്നാ നീ അങ്ങനെ പറഞ്ഞ നമുക്ക് വേണേ വീഡിയോ മാറ്റി ചെയ്യാൻ പറ്റുവേ. നാട്ടിൽ തന്നെ ഇപ്പം മല്ലു ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞങ്ങൾ ഒരേ നാട്ടുകാരനാണ്. അപ്പം ചില സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നേരത്ത് ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ തിരിയാൻ നേരത്ത് നമ്മളെ ഇതേപോലെ ഉമ്മാരെ പോലെ ഉള്ളവന്മാരാണ് അങ്ങനെ ആക്കി വെച്ചാൽ മനുഷ്യനൊക്കെ. അല്ല, അപ്പം എന്നാ പറയുക, അവനെക്കുറിച്ച് ഓരോരുത്തർക്ക് ചോദിക്കുന്നത് നമുക്ക് വിഷമം വരും കേട്ടോ. കാരണം നമ്മളിപ്പം അവൻ്റെ കുറ്റം കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ചിട്ട് അയ്യോ കുറച്ച് കൂട്ടി പറഞ്ഞതൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ മാറിയാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഇന്നത്തെ കാര്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. കാര്യം കൂടെ ഒറ്റൊരു ഇപ്പൊ ഇതിനകത്ത് അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയണം. നമ്മൾ ഈ കാര്യം പറഞ്ഞു ഓർത്തിട്ട് അവര് വീഡിയോ തുറന്നോട്ടെ, അവരെ എന്ത് വേണമെങ്കിൽ നമ്മളെ അതിനെയൊന്നും പറയാനല്ലേ. ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. കുറെ നാളെ ഇവനത് പറയണമെന്ന് വെച്ചാൽ പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ. അവൻ നമ്മുടെ വീഡിയോ കാണുന്നില്ല, അവൻ നമ്മുടെ കോപ്പം കാണുന്നതിൽ ഒന്നുമില്ല. നോക്കൊപ്പം ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കണ്ടവർക്കും സന്തോഷം, കേട്ടവർക്കും സന്തോഷം, മൊത്തത്തിലൊരു മനസ്സുഖം. ഇതൊക്കെ മനസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫീലിംഗ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോൾ യൂട്യൂബ് ഇപ്പം കാണുന്ന ആൾക്കാർ ഒരു മൈക്ക് എടുക്കുക, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയാണ് കുറ്റം പറയാതെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ കാശ് ഉണ്ടാക്കുക, അതേപോലെ നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആവുക, അല്ലേ? ഇപ്പം നമ്മുടെ കുറ്റം അവർ പറഞ്ഞു, അവരുടെ കുറ്റം ഞങ്ങളും പറഞ്ഞു, എവരിബഡി എൻജോയ്.